പോലീസിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് പ്രിവെൻഷൻ ഓഫ് ക്രൈം ഉണ്ട്, ഡിറ്റക്ഷൻ ഓഫ് ക്രൈം ഉണ്ട്, മെയിൻ്റനൻസ് ഓഫ് പീസ് ആൻഡ് ലോ ആൻഡ് ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിറ്റക്ഷൻ ഓഫ് ക്രൈം മാത്രമല്ല, പ്രിവെൻഷൻ ഓഫ് ക്രൈം, കുറ്റം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ പോലീസ് ചെയ്യേണ്ടത് പോലീസിൻ്റെ ചുമതല തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ കേരളത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് ഓവർ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും, ഇൻ്റർനാഷണൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഈ കമ്മ്യൂണിറ്റി പോലീസിംഗ് ഒരു പ്രോജക്റ്റായിട്ട് തന്നെ നടപ്പിലാക്കി കൊണ്ടുവരുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം സ്പെഷ്യലി കേരളത്തിൽ വി ആർ ഡെഫിനറ്റ്ലി നമുക്ക് ഏർലി സ്റ്റാർട്ടേഴ്സിന് പറയാം. ബിക്കോസ് ഒരു 2001-2003 ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കുറേ അധികം കമ്മ്യൂണിറ്റി പോലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്ട്സ് അന്ന് തന്നെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നിങ്ങൾ ഇപ്പോൾ പ്രളയമാവട്ടെ, അപ്പോൾ ഇതെല്ലാം ആ ഒരു സിസ്റ്റം ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് എഫക്റ്റീവ്ലി ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ പോലീസിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 ലീഡ് പ്രോജക്ട്സ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് പോലീസ് ക്യാരറ്റ് പ്രോജക്റ്റ്, പിന്നെ ഉള്ളത് നമ്മുടെ ജനമൈത്രി സുരക്ഷാ പദ്ധതി. അപ്പോൾ ഈ 2 പ്രോജക്ട്സും എന്താണെന്ന് നോക്കിയാൽ തന്നെ സ്റ്റുഡൻറ്റ് പോലീസ് ക്യാരറ്റ് പറയുന്നത് നമ്മൾ 8th and 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾക്കും 11th and 12th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾക്കും നിയമം അറിയാവുന്ന, നിയമം അനുസരിക്കുന്ന കുട്ടികളെ ഒരു വാർത്തെടുക്കുക, അങ്ങനെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യത്തോടു കൂടി ഉള്ള പ്രോജക്റ്റാണ് സ്റ്റുഡൻറ്റ് പോലീസ് ക്യാരറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ക്രൈം പ്രിവെൻഷൻ മെഷറാണ്. ഇപ്പോൾ ഞാനൊരു DIG ആയിട്ട് ഈ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ കാപ്പ ഓർഡർ ഇറക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ DIGസിൻ്റെയും ഒരു ചുമതലയാണ്. അപ്പോൾ 3-4 കേസുകളിലധികം പ്രതികളായിട്ട് വരുന്ന ആളുകളെ SP-മാർ റിപ്പോർട്ട് ഇങ്ങോട്ട് അയക്കും. അവരെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഒരു ഹിയറിംഗ് നടത്തി ഇവരെ ആ ജില്ലയിൽ നിൽക്കാൻ ഇവർക്ക് അർഹത ഉണ്ടോ, അവർ കണ്ടിന്യൂ ചെയ്താൽ ചിലപ്പോൾ സമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവർ വീണ്ടും ക്രൈമിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ അവരെ 1 വർഷക്കാലം വരെ നമുക്ക് ആ ജില്ലയിൽ നിന്ന് പുറത്താക്കാൻ പറ്റും, എക്സ്റ്റേൺമെൻറ്റ് ഓർഡർ ഇഷ്യൂ ചെയ്തിട്ട് കാപ്പ ആക്ട് പ്രകാരം. അപ്പോൾ ഈ ഒരു കാപ്പ ആക്റ്റിൽ വരുന്ന ഭൂരിപക്ഷം ആളുകളും നമ്മൾ നോക്കിയാൽ അറിയാം, ഒന്ന് 10th ഫെയിൽ എങ്കിൽ 10th ഡ്രോപ്പ് ഔട്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം കണ്ടുകൊണ്ടാണ് ഈ യങ് ജനറേഷന് നിയമം അനുസരിക്കുന്ന കുട്ടികളായിട്ട് വരണം എന്നാണ് സ്റ്റുഡൻറ്റ് പോലീസ് ക്യാരറ്റ്. ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ പീരീഡിലാണ് നമ്മൾ അവരെ കണ്ടെത്തി അവർക്ക് ഈ ഒരു ഇൻ്റർവെൻഷൻ നമ്മൾ തരുന്നത്. അതേപോലെ നമുക്ക് ഹോപ്പ് പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹോപ്പ് പ്രോജക്റ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ, ഇതുപോലെ ഡ്രോപ്പ് ഔട്ട് ആയ കുട്ടികളെ വീണ്ടും എക്സാം സിസ്റ്റമിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ചാൻസ് കൊടുത്ത് അവർക്ക് ട്യൂഷൻ ക്ലാസ്സസ് പോലീസ് തന്നെ അറേഞ്ച് ചെയ്ത് അവർ എക്സാം എഴുതാൻ നമ്മൾ എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവർ എക്സാം എഴുതിയ ശേഷം പാസ്സായ ശേഷം അവർ പല സ്ഥലങ്ങളിലും പല നല്ല ഒരു സ്ഥിതിക്ക് അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഹോപ്പ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 4600ഓളം കുട്ടികൾ ബെനിഫിറ്റ് ചെയ്ത് പാസ് ചെയ്തിട്ടുണ്ട്. അവർ സംഗമം തന്നെ നടത്തി. അതെ, നമ്മൾ വളരെ റീസെൻ്റ്ലി സ്റ്റുഡൻറ്റ് പോലീസ് ക്യാരറ്റിൻ്റെ അലുമിനയും ഹോപ്പിൻ്റെ അലുമിനയും ഒരുമിച്ച് വിളിച്ചിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ആ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തായിരുന്നു. അപ്പോൾ ആ കുട്ടികളുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് താഴെത്തട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. സോ ഇത്രയും പ്രോജക്ട്സ് നമുക്ക് കേരള ഒരു ഫോർറണ്ണർ ആയിട്ടിരുന്നു തന്നെ പറയാം. ഇപ്പോൾ ഇത് പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ നടപ്പിലാക്കുന്ന കമ്മ്യൂണിറ്റി പോലീസിങ് പ്രോജക്ട്സ് എല്ലാം ഇപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്. എൻ്റെ ബാച്ച്മേറ്റ്സും എൻ്റെ കൂടെ ജോലി ചെയ്ത മറ്റു ഓഫീസേഴ്സും ഇതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവരുടെ സംസ്ഥാനങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്.